ശബ്ദമുയർത്തി സംസാരിക്കരുത്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറണം. വീട്ടുകാരുടെ പേര് കളയരുത്. എതിർത്ത് പറയരുത്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോ പെൺകുട്ടികളും കേട്ടു വളർന്ന വാക്കുകൾ. കാരണം 4 പേര് നമ്മളെ നോക്കി പറയണല്ലോ, എന്ത് നല്ല സ്വഭാവ അവളുടെ എന്ന്, അല്ലേ? സംഭവം നമുക്കും ഇഷ്ടമല്ല, കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് മറ്റുള്ളവര് നമ്മളെ നല്ലവളാണ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാണോ ഈ നല്ലവൾ എന്ന ലേബലിന് വേണ്ടിയുള്ള ഓട്ടം നിർത്തുന്നത്, അന്നാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അപ്പോ ചിലരെങ്കിലും ചോദിക്കും, നല്ലവളാവണ്ടേ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടി ജീവിക്കുന്നവളെയാണോ നല്ലവൾ എന്ന് പറയുന്നത്? ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നല്ലവളാണ് എന്ന ഇമേജ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ചെയ്തിട്ടില്ലേ? ഞാനിത് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് സ്വന്തം അഭിപ്രായങ്ങൾ പോലും പറയാതിരുന്നിട്ടില്ലേ? മനസ്സിലാവാത്ത കാര്യം എത്രയോ പ്രാവശ്യം ശരിയെന്ന് പറഞ്ഞിട്ടില്ലേ? ഹേർട്ടായിട്ടും ഞാൻ ഓക്കെയാണ് എന്ന് ചിരിച്ചു നിന്നിട്ടില്ലേ? റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് അവൻ മാറും എന്ന് കരുതി കാത്തിരുന്നിട്ടില്ലേ? പുറത്ത് നിങ്ങൾ നല്ലവളാണെങ്കിൽ അകത്ത് നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരുവളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവളാകാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയില്ല. നോ പറയുന്നത് ആറ്റിറ്റ്യൂഡ് അല്ല, സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഒന്നോർക്കുക, നിങ്ങൾ ബൗണ്ടറീസ് വെക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടത് തുറന്നു പറയുമ്പോൾ, നിങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ചിലർക്ക് നിങ്ങൾ നല്ലവൾ അല്ലാതാകും. അവിടെയാണ് ആദ്യമായി നിങ്ങൾ നിങ്ങളാകുന്നത്. അതാണ് നിങ്ങളുടെ വളർച്ച. സ്വന്തം സ്വപ്നങ്ങൾ വിട്ടുകൊടുത്ത്, സ്വന്തം ഇഷ്ടങ്ങൾ മറന്ന്, സ്വന്തം ശബ്ദം മൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നല്ലവളാകാൻ ശ്രമിക്കുന്നത്. നല്ലവളാകരുത് എന്നല്ല പറയുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടി ജീവിക്കരുത്. നിങ്ങളെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും നല്ലവളാകരുത്. നിങ്ങളെ വേദനിപ്പിക്കുന്നിടത്ത് മിണ്ടാതിരിക്കരുത്. തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയല്ല, സ്വന്തം സമാധാനത്തിന് വേണ്ടിയാവണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലല്ല നമ്മളെ തളച്ചിട്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി സ്ത്രീകളെ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിർത്താൻ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം തോക്കോ വാളോ ഒന്നുമല്ല, ചില വാക്കുകളാണ്. അടക്കം, ഒതുക്കം, അനുസരണം. പെണ്ണായാൽ ഇങ്ങനെയിരിക്കണം. ബുദ്ധിയുറച്ച കാലം തൊട്ട് ഈ വാക്കുകൾ കേട്ടാണ് ഓരോ പെൺകുട്ടിയും വളരുന്നത്. നമ്മുടെ അമ്മമാരും വല്യമ്മമാരും ശീലിച്ചു പോയ ആ പഴയ നിയമം സമൂഹം നമ്മുടെ കയ്യിലേക്കും നിശബ്ദമായി, ചോദ്യങ്ങളില്ലാതെ, വിശദീകരണങ്ങളില്ലാതെ വെച്ചു തന്നു. പെണ്ണായാൽ ഇങ്ങനെയൊക്കെ സഹിക്കണം എന്ന് പറയുമ്പോൾ ഒരിക്കൽ പോലും ആരും ചോദിച്ചില്ല എന്തിന് സഹിക്കണം എന്ന്. ആ ചോദ്യം ചോദിക്കാത്തിടത്തോളം കാലം നമ്മൾ മറ്റൊരാൾ വരച്ച വരയിലൂടെ നടക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഒരു പെൺകുട്ടി വീട്ടിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ അധിക പ്രസംഗി, അവൾ മിണ്ടാതിരുന്നാൽ നല്ലവൾ, അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അഹങ്കാരി, ഹേർട്ടായാൽ സൈലന്റ് ആയിരിക്കണം, അന്യായം നടന്നാൽ കുടുംബത്തിന് വേണ്ടി മിണ്ടാതിരിക്കണം, സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റിവെക്കണം. ഇതാണ് നമുക്ക് മുൻപുള്ളവർ നമ്മളെ പഠിപ്പിച്ചു തന്നത്. ഇനി ആരെങ്കിലും പെണ്ണായാൽ ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ആരാണ് അത് തീരുമാനിച്ചത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ സമൂഹം കാലങ്ങളായി കൽപ്പിച്ചു തന്ന വേലിക്കെട്ടുകളാണ് നിങ്ങൾ തകർത്തത്. നിങ്ങളെ
നല്ലവൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിരിക്കുമ്പോഴോ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴോ അല്ല. നിങ്ങൾ അവർക്കിഷ്ടമുള്ള രീതിയിൽ പെരുമാറുമ്പോഴാണ് നിങ്ങൾ അവർക്ക് നല്ലവളാകുന്നത്. നിങ്ങൾ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുമ്പോൾ, വിശ്രമമില്ലാതെ ജോലി ഏറ്റെടുക്കുമ്പോൾ, വേദനിച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് നല്ലവളാകും. എപ്പോഴാണോ നിങ്ങൾ നോ പറയുന്നത്, എപ്പോഴാണോ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത്, അന്നില്ലാതാവും നല്ലവൾ എന്ന ആ ലേബൽ. വീട്ടിൽ എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുന്നവൾ, വിരുന്നുകാർക്ക് വേണ്ടി അടുക്കളയിൽ ആദ്യം എത്തുന്നവൾ, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നവൾ, സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവൾ. ഇങ്ങനെയൊരുത്തി എന്നെങ്കിലും ഒരിക്കൽ സ്വന്തമായ ഒരു തീരുമാനമെടുത്താൽ അന്നവൾ മറ്റുള്ളവർക്ക് സ്വാർത്ഥയാവും. അവർക്കാവശ്യം ചോദ്യം ചോദിക്കാത്ത, അഡ്ജസ്റ്റ് ചെയ്യുന്ന, സഹായിക്കുന്ന ഒരാളെ മാത്രമാണ്. നല്ലവൾ എന്ന പേര് നിങ്ങൾക്ക് ചാർത്തിത്തരുന്നത് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ല, അവരുടെ സൗകര്യത്തിന് ജീവിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ബൗണ്ടറീസ് വെക്കുമ്പോൾ, നിങ്ങൾ നോ പറയുമ്പോൾ, നിങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ചിലർക്കതൊരു നഷ്ടമാണ്. അപ്പോഴാണ് നിങ്ങൾ അവർക്ക് സ്വാർത്ഥയാവുന്നത്. കാരണം നിങ്ങളിനി അവരുടെ കൺട്രോളിൽ ഇല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. നല്ലവൾ എന്നത് നിങ്ങളുടെ സ്വഭാവത്തിന് അവർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ല, അവരുടെ സൗകര്യത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. പെണ്ണായാൽ അടക്കവും ഒതുക്കവും വേണം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? നിനക്ക് കഴിവുണ്ടായാലും അത് പുറത്ത് കാണിക്കരുത്. നിനക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിലും മിണ്ടാതിരിക്കണം. നിനക്ക് കഴിയും, പക്ഷേ നീ ശ്രമിക്കരുത്. അതാണ് ഈ അടക്കവും ഒതുക്കവും എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത്. അടക്കവും ഒതുക്കവും എന്ന പേരിൽ അവർ നമ്മുടെ ശബ്ദവും സ്വപ്നങ്ങളും ഇല്ലാതാക്കാനാണ് പഠിപ്പിച്ചത്. ഉറക്കെ ചിരിച്ചാൽ ഒതുക്കമില്ല, കോൺഫിഡൻ്റായി സംസാരിച്ചാൽ അവൾ അഹങ്കാരി, സ്വന്തം നേട്ടങ്ങളെ ആഘോഷിച്ചാൽ സെൽഫ് പ്രൊമോഷൻ. അടക്കം ഒരു ഗുണമാണ്. അത് ഭയത്തിൽ നിന്നാണെങ്കിൽ, സമൂഹത്തെ പേടിച്ചിട്ടാണെങ്കിൽ, നിങ്ങളുടെ വാല്യൂ ഇല്ലാതാക്കുന്നതാണെങ്കിൽ അത് ഗുണമല്ല, അതൊരു ചങ്ങലയാണ്. അഹങ്കാരിയെന്നോ കുലസ്ത്രീയല്ലെന്നോ വിളിക്കുന്നവരുണ്ടാകും. വിളിക്കുന്നവർ വിളിക്കട്ടെ, നിങ്ങൾ നിങ്ങളായി ജീവിക്കുക. അവൾ ഭയങ്കര ദേഷ്യക്കാരിയാണ്, അവളെ കൈകാര്യം ചെയ്യാൻ പാടാണ് എന്ന് ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ സന്തോഷിക്കണം. കാരണം നിങ്ങൾ ആരുടെയും അടിമയല്ല എന്നതിൻ്റെ തെളിവാണ് ആ വാക്കുകൾ. ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ താന്തോന്നികളും മര്യാദയില്ലാത്തവരും ആവണം എന്നല്ല. സ്നേഹവും കരുണയും ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ നന്മയുടെ അടയാളങ്ങളാണ്. പക്ഷേ മറ്റുള്ളവരുടെ കയ്യടി കിട്ടാൻ വേണ്ടി സ്വന്തം ആത്മാഭിമാനം പണയം വെക്കരുത്. നിങ്ങളൊരു സാധാരണ സ്ത്രീയാണ്. നിങ്ങൾക്ക് സങ്കടം വരും, ദേഷ്യം വരും, തെറ്റുകൾ പറ്റും. ആ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്നതാണ് ജീവിതം. ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച് ഒരു കാഴ്ചവസ്തു ആവുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാവുന്നത്. ഇത്രയും പറഞ്ഞത് ചിലരുടെ മനസ്സിനെയെങ്കിലും ഒന്ന് സ്പർശിച്ചിട്ടുണ്ടാവാം. കാരണം ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മടുത്തിട്ടുണ്ടാവും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കി ഒടുവിൽ എവിടെയോ സ്വന്തം സന്തോഷം കളഞ്ഞുപോയ ആ പാവം പഴയ പെൺകുട്ടിയെ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് മുറിവേൽക്കുമ്പോൾ കരയണം, ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കണം, തളരുമ്പോൾ വിശ്രമിക്കണം. ഇതൊന്നും നിങ്ങളെ ഒരു മോശം പെണ്ണാക്കില്ല, മറിച്ച് നിങ്ങളൊരു മനുഷ്യനാണ് എന്ന്
തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാലം നിങ്ങൾ ചുമന്ന നല്ലവൾ എന്ന ആ ഭാരമേറിയ കിരീടം അഴിച്ചു വെച്ചേക്ക്. പകരം നിങ്ങളുടെ കുറവുകളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ഇഷ്ടങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. ലോകം നിങ്ങളെ എന്ത് വേണമെങ്കിലും വിളിക്കട്ടെ, നിങ്ങൾ നിങ്ങളോട് നീതി പുലർത്തിയാൽ മാത്രം മതി. ആരും കാണാതെ നിങ്ങൾ ഒഴുക്കിയ കണ്ണീരിനും ആരും കേൾക്കാതെ ഉള്ളിലൊതുക്കിയ ആഗ്രഹങ്ങൾക്കും ഈ നിമിഷം മുതൽ അറുതി ഉണ്ടാവട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.